അവരും പഠിച്ച് വന്നപ്പോഴേ ഇപ്പോഴും മനസ്സിലായി 15 വർഷം BJP ആണ് ഭരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയും മുസ്ലിംസിനെ വെട്ടിക്കൊല്ലുന്നത് നമ്മൾ കാണുന്നില്ല, നമ്മൾ കേട്ടിട്ട് ചരിത്രവും ഇല്ല. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. എന്നിട്ട് ഞാൻ പാലം 2 കിലോമീറ്റർ നീട്ടി തരാം, അങ്ങനെ ഇങ്ങനെ പല വാഗ്ദാനമൊക്കെ ശശി തരൂരുമായിട്ട് ആന്റണി രാജുവായിട്ട് എല്ലാം പറയുന്നതല്ലാതെ ഒരു കടൽക്ഷോഭത്തിന് ഒരു നോക്ക് കാണാൻ വരുന്നില്ല. ഞാൻ 40 വർഷം കൊണ്ട് LDF പാർട്ടിക്കാരനാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ മാറി ചിന്തിക്കുന്നു, മാറി ചിന്തിച്ചേ പറ്റുള്ളൂ. നമ്മുടെ നാട് നിന്നാണെങ്കിൽ അയാൾ ആ വാക്ക് തരുന്നുണ്ട് നമുക്ക് തീരദേശത്ത്. ഞാൻ ഇത് പാലം നന്നാക്കി തന്നില്ലേ നിങ്ങൾ ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യേണ്ട എന്നാണ് ചന്ദ്രശേഖർ പറയുന്നത്. അയാളെ നമ്മുടെ ആരുമല്ല, നമ്മൾ അവരുടെ ആരുമല്ല. പക്ഷെ ഒരു വോട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ അയാൾക്കേ ചെയ്യുള്ളൂ. വന്നിട്ട് സ്ത്രീകളല്ലാതെ ഓടിക്കുന്നുകൊണ്ടാണ്. കാരണം അയാൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വാഗ്ദാനം തന്നിട്ട് പോകുന്നു. 15 വർഷമായില്ലേ. അയാൾ വിചാരിച്ച പലതും ചെയ്യാം. ഏത് തീരദേശ ജനങ്ങൾക്ക് ഒരു വീട് കെട്ടി കൊടുക്കാം, അല്ലെങ്കിൽ മിനി ഹാർബർ ഇടാം, അല്ലെങ്കിൽ പുളിമുട്ട് നന്നായിട്ട് അടിക്കാം. ഒരു വീടും നഷ്ടപ്പെടില്ല. ഇത് നിങ്ങളെ ഒരു അമ്മയും അപ്പനും നിങ്ങൾക്കില്ലേ, അപ്പനും അമ്മയും നിങ്ങളൊക്കെ തെരുവിൽ കിടക്കുമ്പോൾ ആ വേദന ആരാണ് അനുഭവിക്കുന്നത്? അവരുടെ വേദന അയാൾ ഒരു ദിവസം വന്ന് ഈ കുടിൽ വന്ന് കിടന്നു നോക്കട്ടെ.